20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാലയിലെത്തി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ. വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. വിസിക്കെതിരെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ ഇടപെട്ടിരുന്നു. രജിസ്ട്രാർക്കെതിരെയുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താതെയാണ് മോഹൻ കുന്നുമ്മലിന്റെ വരവ്. ശേഷം മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് 2 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിൽ 300ഓളം പോലീസുകാരുടെ സുരക്ഷയിലാണ് വിസി സർവകലാശാലയിലെത്തിയത്. എന്നാൽ കലാപശാല ഇന്ന് ശാന്തമായിരുന്നു. പ്രശ്നങ്ങളില്ലാതെ കുന്നുമ്മൽ ഓഫീസിലേക്ക് ഇന്ന് വന്നതടക്കം 1838 സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു. സസ്പെൻഡഡ് രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഫയലും ഞാൻ നോക്കിയിട്ടില്ല. ഇതിനെ വയലേറ്റ് ചെയ്ത് ഒരാൾ ഇവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ അതൊരു സാമാന്യ നീതിബോധവും മര്യാദയുമല്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്, സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാൻ വൈസ് ചാൻസലർക്ക് അവകാശമുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചു. പിന്നാലെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് പതിവ് പോലെ ഔദ്യോഗിക വാഹനത്തിൽ സ്വന്തം ഓഫീസിലെത്തിയ KS അനിൽകുമാർ അരമണിക്കൂറിന് ശേഷം മടങ്ങി. ഒരകലത്തിൽ കൊണ്ടും കൊടുത്തും പോരടിച്ചിരുന്ന വിസിയും സിൻഡിക്കേറ്റും രജിസ്ട്രാറും കയ്യകലം ദൂരത്തിൽ സർവകലാശാലയ്ക്ക് അകത്ത് പോരുമുറുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും രജിസ്ട്രാർക്കെതിരെയുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താതെയാണ് വിസിയുടെ വരവ്. പകരം അനിൽകുമാർ നൽകിയ ഫയലുകൾ പരിഗണിക്കാതെ സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥൻ ഫയൽ നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും കുന്നുമ്മൽ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം വിസിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ അയവ് വരുത്താൻ സർക്കാർ തന്നെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ മാറി നിൽക്കുന്നതെന്ന വിവരമുണ്ട്. സർവകലാശാല വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് സർക്കാരിന് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് ഇടപെടലെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.